നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ ക്രൂരമായി കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തുറവൂർ സെയിന്റ് അഗസ്റ്റിൻ പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മുഹ്സിന സു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുഹ്സിന, സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? അമൃത, സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ തുറവൂർ സെയിന്റ് അഗസ്റ്റിൻ പള്ളി സെമിത്തേരിയിലാണ് 4 മണിക്ക് കൂടി ഐവിൻ ജിജോയുടെ മൃതദേഹം സംസ്കരിച്ചത്. നിരവധിയായ ആളുകളാണ് ഐവിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. ആദ്യം തുറവൂരിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നതിന് ശേഷമാണ് സംസ്കാരം നടന്നത്. 2 മണി വരെ പൊതുദർശനം, അതിനുശേഷം 2:30-ക്ക് സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും ജനബാഹുല്യം കാരണം ആ സമയത്തിന് സംസ്കാരം നടത്താൻ സാധിച്ചില്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള നിരവധിയായ ആളുകളാണ് ആ വീട്ടിലും അതുപോലെ തന്നെ പള്ളിയങ്കണത്തിലും ഒക്കെ തന്നെ ഐവിൻ ജിജോയ്ക്ക് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള വൈകാരിക നിമിഷങ്ങൾക്കായിരുന്നു ആ വീടും പള്ളിയങ്കണവും ഒക്കെ തന്നെ സാക്ഷിയായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് നെടുമ്പാശ്ശേരി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങളും ഒക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. കാർ ഉരത്തിയത് ഐവിൻ ചോദ്യം ചെയ്തതും കയ്യേറ്റ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയതുമാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് 2ാം പ്രതിയായ CISF ഉദ്യോഗസ്ഥൻ മോഹൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അപകടശേഷം ഇറങ്ങി ഓടിയത് നാട്ടുകാർ മർദ്ദിക്കുമെന്ന ഭയന്നാണെന്നും ഒപ്പമുണ്ടായിരുന്ന വിനയ്കുമാർ ദാസിനെ നാട്ടുകാർ മർദ്ദിച്ചെന്നൊക്കെ തന്നെ മോഹൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്യലിനായി നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡി അപേക്ഷ ഉടൻ സമർപ്പിക്കും. ശരി, മുഹ്സിന സു ആണ് വിവരങ്ങൾ നൽകിയത്.